നമസ്കാരം. ട്രംപിനെ ഞങ്ങൾ വധിക്കും. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ ഉൾപ്പെടെ ഇറാനിൽ മുഴങ്ങിക്കേട്ട ഒരു കൊലവിളി മുദ്രാവാക്യമായിരുന്നു ഇത്. എന്നാൽ ഇത് വെറും ഒരു കൊലവിളി മാത്രമായി അവസാനിക്കുകയല്ലെന്നാണ് ചില സംഭവങ്ങൾ തെളിയിക്കുന്നത്. ഖമേനിയുടെ വധത്തിന് പിന്നാലെ ട്രംപിന്റെ തലയ്ക്ക് വിലയിട്ടിരിക്കുകയാണ് തീവ്ര നിലപാടുകാർ. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പോര് വഷളായിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ടെഹ്റാനിലെ പ്രധാന കേന്ദ്രമായ എൻഗുലാബ് സ്ക്വയറിൽ ഒരു ഭീമൻ പരസ്യ ബോർഡ് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കണ്ണുകളടച്ച് മുടി അലങ്കോലമായി ഒരു കറുത്ത ശവപ്പെട്ടിക്കുള്ളിൽ കിടക്കുന്ന രീതിയിലുള്ള ചിത്രമാണ് ഈ ചുവർ ചിത്രത്തിലുള്ളത്. ഇതിനൊപ്പം ഞങ്ങൾ ട്രംപിനെ കൊല്ലുമെന്ന് ഭയപ്പെടുത്തുന്ന വാചകവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇറാൻ തന്നെ വധിക്കാൻ ഗൂഢാലോചന നടത്തുന്നുണ്ടെന്ന് ട്രംപ് പരസ്യമായി പറഞ്ഞ ദിവസങ്ങൾക്കകമാണ് ഇറാൻ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു കടുത്ത നീക്കമുണ്ടായിരിക്കുന്നത്. യുദ്ധത്തിന്റെ ആദ്യ ദിനം കൊല്ലപ്പെട്ട ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ വധത്തിന് പ്രതികാരം ചെയ്യണമെന്ന് സർക്കാരുമായി അടുത്ത ബന്ധമുള്ള തീവ്ര നിലപാടുകാർ ആവശ്യപ്പെടുന്ന സമയത്താണ് ഈ പരസ്യ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. ഖമേനിയുടെ മരണത്തെ തുടർന്ന് ഇറാനിൽ ഒരാഴ്ച നീണ്ടുനിന്ന വിലാപയാത്ര ചടങ്ങുകളിൽ അമേരിക്കയ്ക്കെതിരെയുള്ള ജനങ്ങളുടെ കടുത്ത രോഷം പ്രകടമായിരുന്നു. ഈ ദിവസങ്ങളിൽ ഇറാനിലെ പ്രമുഖ നഗരങ്ങളിലെല്ലാം അമേരിക്കയ്ക്ക് മരണമെന്ന മുദ്രാവാക്യങ്ങളും ട്രംപിനെ കൊല്ലുക എന്നെഴുതിയ വലിയ പോസ്റ്ററുകളും നിറഞ്ഞിരുന്നു. ട്രംപ് ശവപ്പെട്ടിയിൽ കിടക്കുന്ന ചിത്രമുള്ള ഈ ഭീമൻ ബോർഡ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാക്പോരുകളുടെ തീവ്രത പരമാവധിയിൽ എത്തിച്ചിരിക്കുകയാണ്. ഈ ബോർഡിന് താഴെയായി മിനാബിലെ കുട്ടികളുടെ ഓർമ്മയ്ക്കായി എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. യുദ്ധത്തിന്റെ ആദ്യ ദിവസം ഇറാന്റെ അതിർത്തി നഗരമായ മിനാബിലെ ഒരു പ്രൈമറി സ്കൂളിന് നേരെ അമേരിക്ക നടത്തിയ മാരകമായ വ്യോമാക്രമണത്തെക്കുറിച്ചുള്ള സൂചനയാണിത്. അന്ന് 120 കൊച്ചു പെൺകുട്ടികൾ ഉൾപ്പെടെ 150ലധികം നിരപരാധികളായ ആളുകളാണ് ആ സ്കൂളിൽ കൊല്ലപ്പെട്ടത്. ഇതിനുള്ള പ്രതികാരമാണ് ട്രംപിന്റെ കൊലപാതകമെന്നാണ് ഇറാന്റെ വാദം. പൊതുവെ പൊതുവേദികളിൽ വരാത്ത ഇറാന്റെ ഇപ്പോഴത്തെ പുതിയ പരമോന്നത നേതാവ് മൊജ്തബ ഖമേനി അത്യപൂർവമായി നടത്തിയ ഒരു പരസ്യ പ്രസ്താവനയ്ക്ക് ശേഷമാണ് ട്രംപിനെതിരെയുള്ള ഭീഷണി ഇത്ര ശക്തമായത്. ഈ രണ്ട് യുദ്ധങ്ങളിലായി രക്തസാക്ഷികളായ നമ്മുടെ നേതാക്കളുടെയും നിരപരാധികളുടെയും പവിത്രമായ ചോരയ്ക്ക് ആ കുറ്റവാളികളും അപമാനിതരമായ കൊലയാളികൾക്കെതിരെ ഞങ്ങൾ തീർച്ചയായും പ്രതികാരം ചെയ്യുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. ഈ പ്രതികാരം നമ്മുടെ രാജ്യത്തിന്റെ ആവശ്യമാണ്. അത് ഞങ്ങൾ നടപ്പാക്കുക തന്നെ ചെയ്യുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. മുൻ നേതാവ് അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകളിൽ ജനങ്ങളിൽ നിന്ന് ലഭിച്ച വലിയ പിന്തുണയിൽ ആവേശം പൂണ്ട ഇറാന്റെ തീവ്ര നിലപാടുകാർ അമേരിക്കയുമായി സമാധാന ചർച്ചകൾ നടത്തുന്നതിനെ പൂർണ്ണമായും എതിർക്കുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ നിലനിന്നിരുന്ന വെടിനിർത്തൽ കരാർ പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. ഇത് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു പൂർണ്ണമായ യുദ്ധത്തിലേക്ക് വഴിമാറുമോ എന്ന ഭീതി ആഗോളതലത്തിൽ ഉയർത്തുന്നുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായി അമേരിക്ക ഇറാന്റെ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളെയും തീരദേശ സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ട് കനത്ത ബോംബാക്രമണം നടത്തുകയും ഇറാനുമേൽ നാവിക ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിന് ശക്തമായ മറുപടിയാണ് ഇറാൻ നൽകിയത്. ഗൾഫ് മേഖലയിലുള്ള അമേരിക്കയുടെ പ്രധാന സൈനിക താവളങ്ങളായ കുവൈറ്റ്, ബഹ്റൈൻ, ജോർദാൻ എന്നിവിടങ്ങളിലേക്ക് ഇറാൻ ഒന്നിനു പുറകെ ഒന്നായി മിസൈലുകൾ വർഷിച്ചു. ഈ തിരിച്ചടികൾ കാരണം ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതവും പൂർണ്ണമായി തടസ്സപ്പെട്ടു. ഇത് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരാനും കാരണമായിട്ടുണ്ട്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഇറാൻ പുതിയ പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ടെന്ന അതീവ രഹസ്യ വിവരങ്ങൾ ഇസ്രായേൽ കഴിഞ്ഞ ദിവസം അമേരിക്കയ്ക്ക് കൈമാറിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇറാൻ ഈ വിവാദ പരസ്യ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇസ്രായേലിന്റെ ഈ മുന്നറിയിപ്പ് ട്രംപിന്റെ അഹംഭാവത്തെ വ്രണപ്പെടുത്തിയെന്നും അതാണ് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനെ വീണ്ടും ആക്രമിക്കാൻ ട്രംപിനെ പ്രകോപിപ്പിച്ചതെന്നും അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നു. തുർക്കിയിൽ നടന്ന നാറ്റോ ഉച്ചകോടിയിൽ സംസാരിക്കവേ തന്നെ വധിക്കാൻ ഇറാൻ പദ്ധതിയിടുന്നതിനെക്കുറിച്ച് തനിക്ക് വ്യക്തമായി വിവരമുണ്ടെന്ന് ട്രംപും തുറന്നു പറഞ്ഞിരുന്നു.